ലോകം മുഴുവൻ വിഷു ആഘോഷിക്കുമ്പോൾ ഞാൻ ദേ ഈ പാർക്കിലെ ബെഞ്ചിൽ വെയിലും കൊണ്ട് കിടക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആലോചിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. സ്റ്റുഡൻ്റ് ആവുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സംഭവം. നമ്മൾ ടീച്ചർമാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. കുറേ കാലമായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങ് ക്ലാസ്സിൽ കയറി എൻ്റെ ഐഡിയാസ് പിള്ളേർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു പരിപാടി. പക്ഷെ നമ്മുടെ ഐഡിയാസ് പ്രൊഫസേഴ്സ് കേൾക്കണം എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു എല്ലാ പ്രൊഫസേഴ്സും എല്ലാ അധ്യാപകരും ഇടയ്ക്ക് ഒരു റിസർച്ചിനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഹയർ സ്റ്റഡീസിനോ പോകാൻ വളരെ നല്ല കാലമായിരിക്കും. നമ്മുടെ വിഷൻ കുറച്ചുകൂടി ക്ലിയർ ആവും. ബൈ ദ വേ, ഇന്ന് എന്തായാലും കുറച്ച് സമയമുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ഈ വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിന് പകരം കുറച്ച് ചെടിയൊക്കെ വാങ്ങിയിട്ട് എൻ്റെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൽ വെക്കാമല്ലോ. അങ്ങനെ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കാം. അപ്പോൾ എന്തൊക്കെ ചെടിയൊക്കെയാണ് ഞാനിത് വാങ്ങിയതെന്ന് പറ്റുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. പിന്നെ എനിക്കറിയാം ഞാൻ മാത്രമായിരിക്കില്ലേ ഒറ്റയ്ക്ക് ഇതുപോലെ വിഷു ആഘോഷിക്കുന്നത്. എൻ്റെ പോലെ ഒരുപാട് പേരുണ്ടാവും. മേ ബി അടുത്ത വിഷു നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ ആഘോഷിക്കാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പിന്നെ കാണാം കേട്ടോ.